സംസ്ഥാനത്ത് പനി ബാധിതർ ലക്ഷം കടന്നു. ഇടവിട്ടുള്ള മഴ തുടരുന്നതിനൊപ്പം കുതിച്ചുയർന്ന പകർച്ചപ്പനിയും. രണ്ടാഴ്ചയ്ക്കിടെ പനി ബാധിതർ 1,00,000 കവിഞ്ഞു. 1,16,834 പേർ. ദിവസം ശരാശരി 10,000-ഓളം കേസുകൾ. ഡെങ്കിപ്പനി രോഗികൾ കൂടുമ്പോൾ മരണം കൂടുതലും എലിപ്പനി ബാധിതരിലാണ്. കഴിഞ്ഞ മാസം 30 മുതൽ ഈ മാസം 12 വരെയുള്ള ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം 1,884 പേർക്ക് ഡെങ്കിയും 394 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. ഡെങ്കി 5 പേരുടെ ജീവനെടുത്തപ്പോൾ എലിപ്പനി മൂലം 17 പേരാണ് മരിച്ചത്. തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ് എലിപ്പനി, ഡെങ്കിപ്പനി മരണങ്ങൾ. ഇതിനൊപ്പം മലിനജലത്തിലൂടെ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗവും പടരുന്നു. 1,134 പേർക്ക് ഈ രോഗം ബാധിച്ചു. 4 പേർ മരിച്ചു. കൊതുക് വ്യാപകമാകുന്നതിനാലാണ് ഡെങ്കി പടരുന്നത്. മലിനജലത്തിൽ ഇറങ്ങുമ്പോൾ മുൻകരുതലെടുക്കാത്തതിനാലാണ് എലിപ്പനി അപകടമാകുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. തുടക്കത്തിലെ ചികിത്സിക്കാത്തതാണ് എലിപ്പനി മരണങ്ങൾക്ക് കാരണം. പകർച്ചപ്പനി ഏതെന്ന് കണ്ടെത്തുന്നതാണ് പ്രധാനം. മലിനജലത്തിൽ ഇറങ്ങിയവരിൽ ഡോക്സിസൈക്ലിൻ കഴിക്കാത്തവരിൽ മരണം കൂടുതലാണ്. പ്രതിരോധത്തിലൂടെ മാത്രമേ അതിജീവനം സാധ്യമാകൂ. കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കണം. വീട്ടിൽ ചെടിച്ചട്ടിയിലും മറ്റും വെള്ളം കെട്ടരുത്. മലിനജലത്തിൽ ഇറങ്ങിയവർ എലിപ്പനി ഗുളിക കഴിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യണം. 3 ദിവസത്തിലേറെ പനി നീണ്ടാൽ ചികിത്സയും തേടണം. കൊതുക് നിവാരണം ഉറപ്പാക്കണം. മലിനജലത്തിൽ ഇറങ്ങുന്നവർ നിസ്സാരമായി കാണരുത്. പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതലെടുക്കണം. രോഗലക്ഷണങ്ങൾ അവഗണിക്കരുത്. സ്വയം ചികിത്സ പാടില്ല എന്നും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി.എസ് പറഞ്ഞു. അതേസമയം പകർച്ചപ്പനിയും കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളും തലപൊക്കുമ്പോൾ മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പും രംഗത്തെത്തി. പനി വരുന്നവരിൽ ദീർഘനാൾ നീണ്ടുനിൽക്കുന്ന ചുമ, ശ്വാസം മുട്ടൽ എന്നിവ സ്ഥിരമായി കാണുന്നത് കോവിഡാനന്തര ആരോഗ്യ പ്രശ്നമാണെന്ന് വിദഗ്ധരും പറയുന്നു. പനി വ്യാപനവും ലക്ഷണവും സംബന്ധിച്ച ഗവേഷണ അടിസ്ഥാനത്തിൽ പഠനം നടത്താൻ സമിതി രൂപീകരിക്കാനും തീരുമാനിച്ചു. ഏത് പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാൽ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. സംസ്ഥാനത്തെ സ്ഥിതി വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന ദ്രുത പ്രതികരണ സംഘ യോഗമാണ് തീരുമാനമെടുത്തത്. വരുന്ന 2 ആഴ്ച തദ്ദേശ തലത്തിലുള്ള എലിപ്പനി, ഡെങ്കിപ്പനി മരണങ്ങൾ വിലയിരുത്താനും മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഹെപ്പറ്റൈറ്റിസ് എ, മലേറിയ, H1N1 തുടങ്ങിയ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നവംബർ 11 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 89,488 പേർക്കാണ് പനി റിപ്പോർട്ട് ചെയ്തത്. 341 ഡെങ്കിപ്പനി, 732 ചിക്കൻ ബോക്സ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് എലിപ്പനി. എലികളുടെ വൃക്കയിൽ കാണപ്പെടുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയകൾ അവയുടെ മൂത്രത്തിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. എലിമൂത്രം കുടിവെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ മുറിവുകളിലൂടെയോ ഉള്ളിൽ കടക്കുന്നതോടെയാണ് രോഗമുണ്ടാകുന്നത്. പാടത്തും പറമ്പിലും കൃഷിപ്പണി ചെയ്യുന്നവർ, മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ, കശാപ്പുശാലകളിലെ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരിലൊക്കെ രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.